ഭാരതീയ ജ്യോതിഷത്തിന് ഗണിതം, സംഹിത, ഹോര എന്നിങ്ങനെ 3 സ്കന്ധങ്ങളുണ്ട്. ശുദ്ധ ഗണിതവും ഗ്രഹങ്ങളുടെ സ്ഥാനനിർണയത്തിനുള്ള ഗണനാ സമ്പ്രദായങ്ങളുമാണ് ഗണിത സ്കന്ധത്തിൽ വരുന്നത്. ഈ ഭാഗമാണ് പിന്നീട് ജ്യോതിശാസ്ത്രം, ആസ്ട്രോണോമി ആയി തീർന്നത്. സംഹിത, ഹോര എന്നീ സ്കന്ധങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ജ്യോതിഷം അഥവാ ആസ്ട്രോളജി. ഹോര സ്കന്ധമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രാധാന്യവും പ്രചാരവുമുള്ള ഭാഗം. മുഹൂർത്തം, പ്രശ്നം, നിമിത്തം, ജാതകം എന്നിങ്ങനെ 4 ഭാഗങ്ങളായി ഇതിനെ തരംതിരിച്ചിരിക്കുന്നു. ഒരാളുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി അടിസ്ഥാനമാക്കി അയാളുടെ ജീവിതത്തിലെ ഭൂത, വർത്തമാന, ഭാവികാല സംഭവങ്ങൾ പ്രവചിക്കാനുള്ള ഉപാധിയാണ് ജാതകം. ജാതകത്തിന്റെ അടിസ്ഥാനം കർമ്മസിദ്ധാന്തമാണ്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അയാൾ അതിൻ്റെ ഫലം അനുഭവിക്കും എന്നതാണ് കർമ്മസിദ്ധാന്തം. ജാതക സംബന്ധമായി നിരവധി ഗ്രന്ഥങ്ങൾ നിലവിലുണ്ട്. അതിവിപുലവും അതിസങ്കീർണവുമായൊരു വിഭാഗമാണിത്. വരാഹമിഹിരാചാര്യൻ AD 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം തൻ്റെ കാലത്ത് ലഭ്യമായിരുന്ന എല്ലാ ഹോര ഗ്രന്ഥങ്ങളും സംഗ്രഹിച്ച് ഹോരാശാസ്ത്രം അഥവാ ബൃഹത് ജാതകം എന്നൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ജാതക വിഭാഗത്തിൽ ഇന്ന് കിട്ടാവുന്ന ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും പ്രചാരമുള്ളത് ഇതുതന്നെയാണ്. അർത്ഥബാഹുല്യമുള്ള 386 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഓരോ ശ്ലോകത്തിനും പല അർത്ഥങ്ങളും അവയിൽ വിവിധമായ സൂചനകളുമുണ്ട്. 150-ൽ പരം വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ മൂല്യവും ഗഹനതയും വ്യക്തമാകുന്നുണ്ടല്ലോ. ദശാധ്യായി, വിവരണം തുടങ്ങിയ അതിൻ്റെ വ്യാഖ്യാനങ്ങൾക്കു തന്നെ സ്വതന്ത്ര ഗ്രന്ഥങ്ങളുടെ പദവി ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പുരാണങ്ങളുടെ രീതിയിൽ എഴുതപ്പെട്ട ബൃഹത് പരാശര ഹോര, 8-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ബൃഹത് പരാശര ഹോര, 10-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട സാരാവലി, 13 അഥവാ 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് കരുതുന്ന ഫലദീപിക, 15-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ജാതക പാരിജാതം തുടങ്ങി മഹത്വം ബൃഹത്തുമായ നിരവധി ഗ്രന്ഥങ്ങൾ ജാതക വിഷയത്തിൽ പ്രചാരമേറിയവയാണ്. ഇവയോരോന്നും അതാതു കാലദേശങ്ങൾക്കനുസരിച്ച് പ്രത്യേകതകളും ഔന്നിത്യവും പുലർത്തുന്നവയുമാണ്.